Hello guys, welcome back to YouTube channel. This is Miss Albi Binoj and you watching Salsin Subs YouTube video. അപ്പോൾ thumbnail കണ്ടതുപോലെ നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോണ്. അത് മറ്റാരുമല്ല നമ്മുടെ അപ്പൂപ്പൻ തന്നെ. അപ്പൂപ്പനെ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോവാണ്. അപ്പൂപ്പൻ മടിയൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും നമ്മളത് ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ ഇവിടെ എത്തിയാണ് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോകുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാണ് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോകുന്നത്. ഒരു കെമിക്കലും ഇല്ല. അപ്പോൾ നമുക്ക് കാണാം എന്തിനാണ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അപ്പൂപ്പന് നല്ല ടെൻഷൻ ഉണ്ട്, വൃത്തിയേടാവോ എന്നൊക്കെ ഇവിടെ പറയണം. നമ്മൾ എന്തായാലും അപ്പൂപ്പന് വേണ്ടിയാണ് ഇവിടെ അവിടെ നിന്ന് വരെ വന്നത്. ഇത് ചെയ്തിട്ടേ പോട്ടുള്ളൂ. അപ്പൊ അപ്പൂപ്പന്റെ ഹെയർ ഇതാ ഇങ്ങനത്തെ ഹെയർ ആണ്, നല്ല വിളവിളായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മൈലാഞ്ചി ഇതാ അരച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ തലയിൽ തേക്കാനായിട്ട് പോണത്. എന്താണ് അപ്പൂപ്പന് പറയാനുള്ളത്? എന്നെ നന്നായിരിക്കണം, ആരും കളിയാക്കരുത്. അങ്ങനെയൊന്നും കളിയാക്കൂല, നമ്മള് സീനാക്കും. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം. ഗൈസ്, അപ്പൊ നമ്മള് തലമുടിയില് ഹെയർ കളർ ചെയ്യാനായിട്ട് പോവാണ്. ഗ്ലൗസ് അതിന്റെ ആവശ്യമില്ല, നാച്ചുറൽ ഐറ്റം അല്ലേ, അപ്പൊ സീനൊന്നുമില്ല. അപ്പൊ നമുക്ക് ചെയ്യാം. തലമുടിയിൽ കളറാകുന്നുണ്ട്. എന്തായാലും പരീക്ഷണം. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരാളെ തലമുടിയിൽ മൈലാഞ്ചി തേച്ച് കൊടുക്കുന്നത്. വെള്ള മുടിയായോണ്ട് കളറാവും കേട്ടോ, നല്ല കളറാവും. പിന്നെ ഓവർ കളർ ആവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അപ്പൊ പിന്നെ തലമുടിയിൽ എന്തുണ്ട്, കറുപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് നീ എന്തിനു ദേവും അപ്പം പിന്നെ തലമുടിയിലൊക്കെ നല്ല രീതിക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക്. എത്ര സമയം വെച്ചേക്കണം? അത് നമുക്ക് അത് ഉണങ്ങുന്നവരെ വെച്ചേക്കാം, കുഴപ്പമില്ല. എനിക്ക് കടയിൽ പോണം. അത് നമുക്ക് കുളിച്ചിട്ട് പോവാം, സുന്ദരനാവാം. കുളിക്കണോ? പിന്നെ വേണ്ട, തല എഴുതിയത് കുളിക്കാനൊന്നും വയ്യെന്ന് വന്നാ തണുപ്പും പിടിച്ച് തണുപിടിച്ച് കുളിക്കണം. ഈ പ്രായത്തിലെ ചെറുമക്കൾ അപ്പൂപ്പനെ ഫ്രീക്കാക്കി എടുക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലിതാ കളറായിട്ടുണ്ട്. നോക്കി, എന്റെ കയ്യില് കളറുണ്ട്. എന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ടായി അവർ രണ്ടെണ്ണം കൂടെ എന്റെ ഊപ്പാട് ഇരുത്താൻ വേണ്ടി നാട്ടുകാരെല്ലാരും എന്നെ കളിയാക്കാൻ വേണ്ടി. നോക്കിക്കോ, ഇതിന്റെ റിസൾട്ട് വളരെ അടിപൊളിയായിരിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. നമ്മൾ ഈ വീഡിയോ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്. ബാക്കി എന്റെ കയ്യിൽ പെയിന്റ് അടിച്ച കണക്കായിട്ടുണ്ട്. ഗൈസ്, ദാ അപ്പൂപ്പൻ തലയിലൊക്കെ തേച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. സൂപ്പർ ആവുമെന്നാണ്. അപ്പൂപ്പന് ടെൻഷൻ ഉണ്ടോ? കൊള്ളാവെന്നുള്ള ഒരു പേടിയില്ല. അങ്ങനെയൊന്നും പേടിയാതില്ല, എന്റെ കൈ നോക്കി. അപ്പോൾ ഗൈസ്, ഇത് ഉണങ്ങുന്ന നേരം നമുക്ക് അപ്പൂപ്പൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചേക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം. അപ്പോൾ ഉണങ്ങി വരുമ്പോഴായിരിക്കും ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗൈസ്, അപ്പോൾ അപ്പൂപ്പൻ്റെ ഹെയർ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അവിടെ കഴുകാനായിട്ട് പോവാണ്. അപ്പൂപ്പൻ ചുമന്ന്, അപ്പൂപ്പൻ്റെ ഹെയർ നല്ല രീതിക്ക് ഇതാ സൂപ്പർ. ഗായ്സ്, അപ്പൊ അപ്പൂപ്പന്റെ ഹെയർ നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതാണ് അപ്പൂപ്പന്റെ ഫൈനൽ റിസൾട്ട്. സീനായിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. അപ്പൊ അപ്പൂപ്പന്റെ ഹെയർ ഫുള്ള് മൈലാഞ്ചിയുടെ കളറായിട്ടുണ്ട്. വൈറ്റ് കളർ ഹെയർ ഉള്ളവർക്ക് ഇത് പറ്റത്തുള്ളൂ. അപ്പൂപ്പ ഹെയർ വെളിയിലത്തെ കണ്ണാടി പോയി നോക്കിയാലേ നല്ല അറിയാൻ പറ്റത്തുള്ളൂ. അവിടെയുള്ള നല്ല ക്ലിയർ കൊള്ളാം. ബാക്കൊക്കെ സീനായിട്ടുണ്ട് കാണാൻ. അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ എത്ര. അപ്പോൾ ഗൈസ്, അപ്പൂപ്പൻ്റെ ഹെയർ ഇങ്ങനെ ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ടത്. സൂപ്പർ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.